ഓൾ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ ഇളനീർ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. ഇത് നമുക്ക് ഏതൊരു ഫംഗ്ഷനും കല്യാണത്തിനും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടുള്ളൊരു പുഡിങ്ങാണ്. അപ്പോൾ നമുക്ക് നേരെ ഇങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ആദ്യം ഇളനീർ പുഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ജെല്ലിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യം ജെല്ലി ഉണ്ടാക്കിയിട്ട് വേണം പിന്നെ അതിൻ്റെ നമ്മളെ പാലിൻ്റെ ഒരു മിക്സ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇവിടെ ഞാനൊരു പാത്രത്തിൽ നമ്മൾ ഇളനീർ വെള്ളം, ഞാൻ ഒരു ഇളനീരിൻ്റെ വെള്ളം എടുത്തത്. അപ്പോൾ ഇതൊരു 1.25 കപ്പ് വെള്ളമുണ്ട്. ഇതിലേക്ക് ഒരു 7 ഗ്രാം ചൈന ഗ്രാസ് ഇടാം. ഇതെന്ത് ചെയ്യുക, ഒരു 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കുക. ഈ ഒരു വെള്ളത്തിൽ 20 മിനിറ്റ് സോക്ക് ചെയ്തതിന് ശേഷം പിന്നെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിൽ കുറച്ചൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, പഞ്ചസാര ആഡ് ചെയ്യുക. പഞ്ചസാര ഇപ്പോൾ ഇളനീർ വെള്ളത്തിന് എത്ര മധുരം ഉണ്ടോ അതിനനുസരിച്ചിട്ട് നിങ്ങൾ പഞ്ചസാര ഇട്ടാൽ മതി. ഞാനൊരു 6 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഇളനീർ വെള്ളത്തിൻ്റെ മധുരം അനുസരിച്ച് നിങ്ങൾക്കത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ നല്ലോണം മിക്സ് ചെയ്യുക. അതിന് മെൽട്ടാകുന്ന വരെ കൈയെടുക്കാണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊരു മീഡിയം സ്പീഡിൽ നമ്മൾ സ്റ്റൗ കത്തിച്ച് വെച്ചാൽ മതി, ഓവർ സ്പീഡ് ആവണ്ട. ഇപ്പോൾ ചൈന ഗ്രാസ് നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഇത് ഈ ചൂടോടെ തന്നെ ഒരു അരിപ്പയിൽ നമ്മൾ ഏത് പാത്രത്തിലാണ് നിങ്ങൾ പുഡിങ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് എന്ത് ചെയ്യുക, സെറ്റാവാൻ വെക്കുക. നമ്മൾ ആ ഒരു ഇളനീരിൻ്റെയും പാലിൻ്റെയും മിക്സ് ആകുന്നത് വരെ അതൊന്ന് സെറ്റാവാൻ വെക്കുക. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇളനീർ അരച്ചെടുക്കലാണ്. അപ്പോൾ ഇത് ഒരു മുയ്യൻ ഇളനീറിൻ്റെ കാമ്പാണ് ഇത്. അപ്പോൾ ഇത് ഒരു ഗ്ലാസ് വെള്ളം, അതായത് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒരു തരി പോലില്ലാണ്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതുപോലെ ഫൈനായിട്ട് എന്ത് ചെയ്യുക, അരച്ചെടുക്കുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ പാലിൻ്റെ മിക്സിലേക്ക് ആവശ്യമായിട്ടുള്ള ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തെടുക്കലാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഒരു 10 ഗ്രാം ചൈന ഗ്രാസ് എടുത്തിട്ടുള്ളത്. ഇത് ഒരു 2 ഗ്ലാസ് അല്ലെങ്കിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക, ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. നമ്മൾ നേരത്തെ ഇളനീരിൻ്റെ വെള്ളത്തിൽ തന്നെയായിരുന്നു ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തത്. അത് നമുക്ക് ആ ഒരു ജെല്ലി ആയിട്ട് കിട്ടേണ്ട കൊണ്ടാണ്. പക്ഷേ ഇതിലെന്ത് ചെയ്യുക, ഇത് ഇളനീരിൻ്റെ വെള്ളം എടുക്കേണ്ടവർക്ക് എടുക്കാം, പക്ഷേങ്കിൽ സാധാ വെള്ളം എടുത്താലും മതി. ഇതെല്ലാ പുഡിങ്ങിലേക്കും നമ്മൾ നോർമലി ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്ന പോലെ മെൽറ്റ് ചെയ്തെടുക്കാം. അടുത്തതിന് നമുക്ക് പാലിൻ്റെ മിക്സ് തയ്യാറാക്കലാണ്. ഇത് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഈ പാലിൻ്റെ മിക്സ് പാല് ചൂടാക്കാൻ വെക്കുന്ന അതേ ടൈമിൽ തന്നെ എന്ത് ചെയ്യുക, ചൈന ഗ്രാസും മെൽറ്റ് ചെയ്യാൻ വേറൊരു സ്റ്റൗവിൽ വെക്കുക. അത് ഒരേ ടൈമിൽ എന്താക്കണം, നമ്മൾ ചൂടാക്കാൻ വെക്കണം. അപ്പോൾ ഇവിടെ ഞാൻ 500 ml പാൽ ഒരു പാനിൽ ഒഴിച്ചിട്ടുണ്ട്. 500 ml ഒരു പാക്കറ്റ് പാല് ഇതിലൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യുക, ആവശ്യത്തിന് പഞ്ചസാരയും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും ആഡ് ചെയ്യുക, കണ്ടൻസ് മിൽക്ക്. ഞാനിവിടെ ഒരു ടിന്ന് മിൽക്ക് മെയ്ഡിൻ്റെ പകുതിയോളം ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ പുഡിങ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇട്ടാൽ മധുരമൊന്നും ഉണ്ടാകണമെന്നില്ല, കുറച്ച് മധുരം കുറയും. അപ്പോൾ ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ കുറച്ചധികം പഞ്ചസാരയും മിൽക്ക് മെയ്ഡെല്ലാം ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തണുപ്പിച്ച് തിന്നുന്ന സമയത്ത് നല്ല കറക്റ്റായിട്ട് അതിൻ്റെ മധുരം ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ടിന്നിൻ്റെ പകുതിയോളം കണ്ടൻസ് മിൽക്ക് ഇതിൽ ഒഴിക്കുന്നുണ്ട്. ഇനി പഞ്ചസാരയും അതുപോലെ നമ്മളെ കണ്ടൻസ് മിൽക്കെല്ലാം ഒന്ന് അല്ല് വന്നു കഴിഞ്ഞാൽ ഇതിൽ നമ്മൾ നേരത്തെ അരച്ച് വെച്ച് നമ്മുടെ ഇളനീരിൻ്റെ കാമ്പ് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ഈ ഒരു സമയമാകുമ്പോൾ ഇട്ട് കൊടുക്കുക. ഇത് എത്രത്തോളം നമ്മൾ ഇടുന്ന അത്രയും ടേസ്റ്റ് ഉണ്ടാവും ഈ പുഡിങ്ങിന്. ഇതിട്ടിട്ട് നന്നായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യുക. അതെല്ലായിടത്തും നമ്മൾ ഇളനീരിൻ്റെ ആ ഒരു പേസ്റ്റ് എത്തുന്ന വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കണ്ടൻസ് മിൽക്ക് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ പാൽ എന്ത് ചെയ്യണം, നല്ലോണം മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം കൈയെടുക്കാണ്ട്. കാരണം നമ്മൾ അടി പിടിക്കുന്നത് ശ്രദ്ധിക്കണം. കണ്ടൻസ് മിൽക്ക് ഇട്ട് ആഡ് ചെയ്തതിനുള്ളൊരു പ്രശ്നം അത് നമ്മളെ പാൽ വേഗം എന്ത് ചെയ്യും, അടിയിൽ പിടിക്കും. അപ്പോൾ നമ്മൾ
ഇത് ഉണ്ടാക്കുന്നേരം നമ്മൾ എടുക്കുന്ന പാന് നല്ല കട്ടിയുള്ള പാൻ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എന്നിട്ട് നല്ലോണം എന്ത് ചെയ്യുക, കൈവച്ച് മിക്സ് ചെയ്ത് എല്ലായിടത്തും ഇളനീരിൻ്റെ ആ ഒരു പേസ്റ്റ് എത്തുന്ന പോലെ മിക്സ് ചെയ്തുകൊണ്ട് വെക്കുക. പിന്നെ പാലൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചൈന ഗ്രാസ് അവിടെ ചൂടാകുന്നുണ്ട്, മെൽട്ടാകുന്നുണ്ട്. അപ്പോൾ ആ ചൈന ഗ്രാസ് ഇനി ഇതിലേക്ക് എന്താ ചെയ്യുക, അരിച്ചിട്ട് ഒഴിക്കുക നമ്മളെ ഈ ഒരു പാലിൻ്റെ മിക്സിലേക്ക്. ചൂടോടെ തന്നെ ഒഴിക്കണം. ഒഴിച്ചിട്ട് പിന്നെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് എല്ലായിടത്തും നമ്മളെ ചൈന ഗ്രാസ് എത്തുന്ന വിധത്തിൽ മിക്സ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ ഇളനീരിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ജെല്ലി ഇവിടെ നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. ഇത് ഞാൻ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തതാണ്. ഇനി ഇതിലേക്ക് തന്നെ എന്ത് ചെയ്യുക, നമ്മൾ ആ പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു പുഡിങ് മിനിമം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് വേണം ഇത് കഴിക്കാൻ. എന്നാലേ ഇതിൻ്റെ ശരിയായ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. പിന്നെ ഞാനിവിടെ ഗാർണിഷ് ചെയ്തിട്ട് ബദാം റോസ്റ്റ് ചെയ്ത് പൊടിച്ചതാണ് ഇവിടെ ഗാർണിഷ് ചെയ്തത്. അപ്പോൾ ഇത് ഓപ്ഷനിലാണ്, വേണ്ടവർക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു റെസിപ്പി ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.